ആമേൻ. സ്തോത്രം. ആന്റി കേൾക്കാമല്ലേ? കേൾക്കാം. കേൾക്കാം. ഓക്കെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയം എല്ലാവരോടും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം സഹായിച്ച നല്ല കൃപയ്ക്കായി നന്ദി പറയുകയാണ്. നല്ലൊരു വർഷപ്പിന് ശേഷം നമുക്ക് ദൈവജനത്തിലേക്ക് കടക്കുവാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ ആന്റി പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, നേരത്തെ പരിചയമില്ല, എന്നാൽ ഫോണിലൂടെ കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി. എന്നാൽ എന്നെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും പ്രിയ ജെയിംസ് പാസ്റ്ററാണ് എന്നെ പരിചയപ്പെടുത്തത്. ജെയിംസ് പാസ്റ്റർ പരിചയപ്പെടുത്തത് PS ജോർജ് പാസ്റ്ററാണ് എന്നെ പരിചയപ്പെടുത്തത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ പ്രിയ ജെയിംസ് പാസ്റ്റർ കേൾക്കുകയും അങ്ങനെ എന്നെ പരിചയപ്പെടുത്തുകയും പ്രിയ ആൻറ്റി എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹിതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അതിനെ സമ്മതിക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് സുജീഷ് എന്നാണ്. ഞാൻ ആദ്യം എൻ്റെ സാക്ഷ്യം പറഞ്ഞ് തുടർന്ന് ഞാൻ ആയിരിക്കുന്ന ശുശ്രൂഷയെ പരിചയപ്പെടുത്തി ദൈവം തന്നിരിക്കുന്ന ചിന്തകൾ മാത്രം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് സുജീഷ് എന്നാണ്. ഞാൻ ഒരു ഹിന്ദു പശ്ചാത്തല കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ വിട്ടുപോകുന്ന ഒരു സമൂഹം, അതായത് വയനാട്ടിലെ തന്നെ ചെട്ടി എന്നൊരു സമൂഹമുണ്ട്. ചെട്ടി അതായത് ജന്മി സമൂഹമാണ്. അവർക്ക് സെപ്പറേറ്റ് ഭാഷയാണ്, സെപ്പറേറ്റ് ഒരു ഗോത്ര വിഭാഗമാണ് അവർ. ആ ഗോത്രത്തിൽ നിന്നും ഏകനായി ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി. ഒരാൾ പോലും രക്ഷിക്കപ്പെടാത്ത സ്ഥാനത്ത് ദൈവം എന്നെ കണ്ടെത്തുവാനിടയായി. അതിന് ദൈവം എങ്ങനെയാണ് ഞാൻ ദൈവത്തെ കാണുവാനിടയായത് എന്നും ഉള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ ഓർമ്മിച്ച പോലെ ഞാനൊരു ഹിന്ദു പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. ഞങ്ങൾ 4 പേരായിരുന്നു, അച്ഛൻ, അമ്മ, സഹോദരൻ, ഞാൻ. അങ്ങനെ ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഒരു പട്ടിണിയുടെ അവസ്ഥയായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ബ്രെഡില്ലായ്മയിൽ നിന്നും ഡെയിലി ബ്രെഡിലേക്ക് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അപ്പമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവൻ്റെ അപ്പത്തിലേക്ക് നടത്തിയ ദൈവത്തെയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഏറെ പ്രായോഗികമായ ഒരു സംഭവമായിരുന്നു. കാരണം ഞാൻ ജനിച്ചു വീണപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ വലിയൊരു മദ്യപാനിയായിരുന്നു. ആവശ്യത്തിന് പൈസയുണ്ട്, എല്ലാം ഉണ്ട് അവരെ കണ്ടിൽ. പക്ഷേ അച്ഛൻ കുടുംബം നോക്കാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ അമ്മ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഒരു നേരം ആഹാരം തരുവാനില്ല. അന്ന് 1995 കാലഘട്ടം, അന്നാണ് ഞാൻ ജനിക്കുന്നത്. ആ സമയത്ത് ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അന്ന് ഇപ്പോഴാണ് എല്ലാ സാധനങ്ങളും കടലയും എല്ലാം കൊടുക്കും. അന്ന് ഗവൺമെൻറ് ആകെപ്പാട് കൊടുക്കുന്ന പഞ്ചസാരയും കൊടുക്കും, അരിയും കൊടുക്കും. ഈ 2 കാര്യങ്ങൾ കൊടുക്കുന്നത്. കാരണം തോട്ടമേഖലയിലൊക്കെ കാപ്പിക്ക് പഞ്ചസാര ഇട്ട് കുടിക്കാൻ വേണ്ടി പഞ്ചസാരയും കൊടുക്കും, അരിയും കൊടുക്കും, കഞ്ഞി വെച്ച് കുടിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ അമ്മ, എനിക്ക് ചെറുതായതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത്, അമ്മ ചോറ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാര വിതറും, എന്നിട്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങൾ അത് വിശപ്പോടെ കഴിക്കും. കാരണം വേറൊന്നും ഇല്ല തരാൻ. ഞങ്ങൾ അത് കഴിക്കും. വേറൊരു സാധനം ഞങ്ങൾക്ക് കഴിക്കാൻ, ഭക്ഷണമായിട്ട് തരാൻ അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് കഴിച്ച് വിശപ്പടക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയും രോഗിയായി. കാരണം ഭക്ഷണം കഴിക്കാനില്ല. ഞങ്ങൾക്ക് ഒരു മുലപ്പാൽ പോലും കുടിക്കാൻ ആവശ്യത്തിനില്ലാത്ത അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 3ാമത്തെ വയസ്സിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അമ്മയും കൂടെ കിടന്നുറങ്ങി. അച്ഛൻ മദ്യപാനായിട്ട് എവിടെ പോയി കിടക്കും. അച്ഛൻ രാത്രി വീട്ടിൽ കയറുന്ന അവസ്ഥയില്ല, വെള്ളം കടിച്ച് എവിടെയെങ്കിലും പോയി കിടക്കും, ഏതെങ്കിലും വയലിൽ പോയി കിടക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കുന്ന അവസ്ഥ. എന്നാൽ ഞങ്ങൾ 3 പേരും കൂടെ രാത്രി ഈ കിട്ടുന്ന സാധനം കഴിച്ച് രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ അമ്മ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമ്മ ഈ ജീവിതത്തിലെ ഭാരങ്ങൾ താങ്ങാനാകാതെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ആയിത്തീരുമെന്ന് ഓർത്തുകൊണ്ട്, 2 മക്കളുടെ കാര്യം എന്തായിത്തീരുമെന്ന് ഓർത്തുകൊണ്ട് അടുത്തുള്ള വീടുകളിൽ പോയി പറഞ്ഞു എന്നാണ് പറയുന്നത്. എൻ്റെ മക്കളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വല്ലാതെ ഭാരമുണ്ട്, അവരുടെ ജീവിതം എന്തായിത്തീരുമെന്ന് ഓർത്ത് ഭാരമുണ്ട് എന്ന് പറഞ്ഞു. അവർ അടുത്തുള്ള ഒരു കൃഷിക്കാരുണ്ട്, അവരൊക്കെ ടിമിറ്റ് എന്ന ഒരു രാസവസ്തു മേടിച്ചിട്ട് രാത്രി അവരോട് പറഞ്ഞു, എനിക്ക് പട്ടിയെ കൊല്ലാൻ വേണ്ടിയാണ്, പട്ടി ഭയങ്കര ശല്യമാണ്, അതിനെ കൊല്ലാൻ വേണ്ടി കുറച്ച് ടിമിറ്റ് തരണം എന്ന് പറഞ്ഞ് ആ ടിമിറ്റ് മേടിച്ചു. അമ്മ രാത്രി എന്ത് ചെയ്തു? അമ്മ അത് കഴിക്കാനിടയായി. അന്ന് രാത്രി എൻ്റെ അമ്മ ഈ ലോകത്ത്, രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മയില്ല. അമ്മ ഈ ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. അച്ഛൻ വന്നപ്പോൾ അച്ഛൻ അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അന്ന് എല്ലാം ശവദാഹങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് കടന്നുപോയി. എന്നാൽ ഒരു കാര്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അമ്മയ്ക്ക് ഒരു കാര്യം, സാധാരണ അമ്മമാർ ചെയ്യുന്ന കാര്യം മക്കൾക്കും കൂടെ കൊടുക്കും. എന്നാൽ ദൈവം ഒരുവനെ കണ്ടു എങ്കിൽ ഒരിക്കലും ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചു എന്ന് പറഞ്ഞാലും ദൈവം അതിനെ അനുവദിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് ഓർക്കുകയായിരുന്നു, എൻ്റെ അമ്മ എന്തുകൊണ്ട് എനിക്ക്, എൻ്റെ ഏട്ടന് 8 വയസ്സുണ്ട്, എനിക്കാകെ 3 വയസ്സേ ഉള്ളൂ, എന്തുകൊണ്ട് എനിക്ക് തരാതെ അമ്മ മരിച്ചു? അമ്മയ്ക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രിയതേ മക്കളെ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ദൈവം ഒരുവനെ കണ്ടതാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ആരെന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും അതൊന്നും ദൈവം അനുവദിക്കുകയില്ല. എൻ്റെ അമ്മ അന്ന് രാത്രി മാറ്റപ്പെട്ടു.
അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്ഥിതി തുടർന്നു. കാരണം എൻ്റെ അപ്പൻ പിന്നെയും മദ്യപാനം. ഇതിൻ്റെ സങ്കടം കൂടെ കൊണ്ട് അതിനേക്കാൾ മദ്യപാനം. എൻ്റെ ഏട്ടൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അടുത്തുള്ള ഭവനങ്ങളിൽ പോവും, ഭക്ഷണം കളക്ട് ചെയ്യും, അവൻ കഴിക്കും, കഴിച്ചിട്ട് ബാക്കിയുള്ളത് എനിക്കും കൊണ്ടുതരും. അടുത്തുള്ള കടകളൊക്കെ ഉണ്ട്, ഹോട്ടലുകളുണ്ട്, അവിടെ പോയി അവിടെ വീഴുന്ന ആരെങ്കിലും കൊണ്ട് കളയുന്ന ഭക്ഷണം അവൻ എടുത്തിട്ട് എനിക്ക് കൊണ്ടുതരും, അത് ഞാൻ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരാഴ്ച കാലം ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ല, ആരും ഞങ്ങളെ നോക്കിയില്ല. ഒരാഴ്ച കാലം ഞങ്ങൾ അവിടെ ആയിരുന്നു. പക്ഷേ അച്ഛനുണ്ടല്ലോ എന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട് എങ്കിലും ആ സന്തോഷത്തിന് ഏകദേശം 8 ദിവസത്തെ അറുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 8-ാം ദിവസം അമ്മ തിങ്കളാഴ്ചയാണ് മരിച്ചെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എൻ്റെ അച്ഛനും ഈ ലോകത്ത് മാറ്റിവിടുവാനിടയായി. ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും അനാഥരായി തീരുവാനിടയായി. എന്തുകൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്ന് ചോദിച്ചാൽ, അമ്മയുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏക പെങ്ങളായിരുന്നു, ഒറ്റ മോളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു എൻ്റെ അമ്മയെ. അമ്മയെ കൊന്നത് എൻ്റെ അച്ഛനാണെന്നുള്ള സംശയത്തിൽ ആയിരിക്കാം, അതുകൊണ്ട് തന്നെയാണ് അമ്മ മരിച്ചത്. പക്ഷെ അതിൻ്റെ ഇതിൽ അച്ഛനെ എല്ലാവരും കൂടെ അമ്മയുടെ ജ്യേഷ്ഠനും സഹോദരങ്ങളെല്ലാം കൂടെ അടിക്കുകയും നിമിത്തം ആ ഒരു വയലിൽ വീണ് മരിക്കുകയും ഇടയായി. അതിന് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, 8-ാം ദിവസം അച്ഛൻ മരിച്ചു. പക്ഷെ അച്ഛൻ മരിച്ച കാര്യം ആരും അറിഞ്ഞില്ല, ഞങ്ങളും അറിഞ്ഞില്ല. കാരണം അച്ഛൻ എപ്പോഴെങ്കിലൊക്കെ വരുന്നു വന്ന് കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് ഞങ്ങളും അധികം ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ തുടർന്ന് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ചേട്ടൻ ചെയ്യുന്ന എന്താണോ അത് ചെയ്തുകൊണ്ടിരുന്നു. അടുത്തുള്ള വീടുകളിൽ പോകും, ഭക്ഷണം കളക്ട് ചെയ്യും, കഴിക്കും, അത് തന്നെ തുറന്നുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ ചേട്ടൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ മരത്തിനൊക്കെ അപ്പോൾ ഈ മാങ്ങയൊക്കെ ഉണ്ട്, മാങ്ങ വേറെ എവിടെ നിന്ന് ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിൽ മാങ്ങയോ അല്ലെ ചക്കപ്പഴമോ കൊണ്ടുവരും, അത് കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങും. ഏകദേശം 8 ദിവസത്തോളം ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. കാരണം 8 ദിവസത്തോളം എൻ്റെ അപ്പൻ്റെ മരണ വാർത്ത ഒരാളും അറിഞ്ഞില്ല. ലോകം അറിയുമ്പോൾ 8 ദിവസം കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് അവരറിയുന്നത് എൻ്റെ അപ്പൻ ഈ ലോകത്തില്ല. ഞങ്ങളോട് ചോദിച്ചു അച്ഛൻ എവിടെ പോയി. ഞങ്ങൾ പറഞ്ഞു അച്ഛൻ വന്നിട്ട് ഒരാഴ്ചയായി. ഇവർ തിരഞ്ഞു ചെല്ലുമ്പോൾ ഒരു വയൽ, അന്ന് ഈ വയനാട്ടിലൊക്കെ നെല്ല് വിളവിറക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കണ്ടം നല്ലപോലെ ഉഴുതു മറിച്ചിട്ടുന്ന സമയം, വെള്ളം കെട്ടി നിർത്തും. ആ വെള്ളത്തിൽ വീണ് അച്ഛൻ്റെ മൃതദേഹം പൊന്തി വന്ന സമയം 8-ാം ദിവസം നോക്കുമ്പോൾ അളിഞ്ഞിരിക്കുന്ന ഒരു മൃതദേഹം കണ്ടെത്തി. അങ്ങനെ ശേഷം ഞങ്ങളെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു, അവരുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ ഇതിനേക്കാളും വളരെ കഷ്ടത നിറഞ്ഞ ജീവിതം. കാരണം അവിടെയും അവർക്ക് 2 മക്കളുണ്ട്, അവർക്ക് ആവശ്യമില്ല. അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഇതിനേക്കാളും മദ്യപിക്കുന്ന ഒരാൾ. എന്നാൽ അവിടെയും ദൈവം, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ദൈവം അവിടെയും ഞങ്ങളെ കരുതി. ഒരിക്കലും മരണകരമായ അതിനെതിരെ എനിക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഒരു വൻകുടലിനുള്ളിലേക്ക് ചെറുകുടലിൽ കയറിപ്പോയൊരവസ്ഥ കടന്നു വന്നു. അവിടെയെല്ലാം ദൈവം താങ്ങി. പ്രിയ ദൈവമക്കളെ, അവിടെയെല്ലാം ജീവൻ നഷ്ടമായി പോകാമെന്ന അവസ്ഥയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം ഒരുത്തനെ കണ്ടുവെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനം 34-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഈ എളിയവൻ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പമായിരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? ഇല്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, പാപികളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നതിനാണ്, പാപികളുടെ നിലവിളിയും ദൈവം കേൾക്കുന്നതിനാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, 2 കുരുടന്മാർ നിലവിളിച്ചു. ഹല്ലേലൂയ. മുമ്പോട്ട് കടന്നുപോയി അവരെ തടയുവാൻ ഇഷ്ടം പോലെ ശിഷ്യന്മാർ പറഞ്ഞു, നീ അവനെ ശല്യപ്പെടുത്തരുത്. ഹല്ലേലൂയ സ്തോത്രം. നീ അവനെ ശല്യപ്പെടുത്തരുത്. പക്ഷേ യേശു തിരിഞ്ഞു വന്നു. ഹല്ലേലൂയ. മുൻപോട്ട് കടന്നുപോയ യേശു നിലവിളി കേട്ടുകൊണ്ട് തിരിഞ്ഞു കടന്നു വന്നു. മകനെ, നിനക്കെന്താണ് ആവശ്യം? ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഞങ്ങളുടെയും മധ്യത്തിൽ അത് തന്നെയായിരുന്നു. അച്ഛനമ്മയും മരിച്ചുപോയി. ഞങ്ങൾ ഹല്ലേലൂയ ഡെയിലി ഭക്ഷണത്തിന് പോലും വകയില്ലാതിരിക്കുന്നു. എന്നാൽ ദൈവം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം ഏതെങ്കിലും ഭവനത്തിൽ ഏൽപ്പിച്ചു വെക്കുമായിരുന്നു. ചിലപ്പോൾ വേസ്റ്റ് കൊട്ടയിലായിരിക്കാം, ഞങ്ങളും അത് ആർത്തിയോടെ കഴിക്കുമായിരുന്നു. അതിൽ നിന്നും എടുത്ത് ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഒരാളും ഞങ്ങളെ ശ്രദ്ധിക്കാനില്ല. രോഗത്തിന്റെ അവസ്ഥയിൽ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ ഈ ലോകത്ത് മാറ്റപ്പെടുന്നത്. അതിൻ്റെ വേദനയുമായിട്ടാണ് ഞങ്ങളായിരിക്കുന്നത്. ആ വേദനയിലൊക്കെ ആയിരിക്കുമ്പോഴെല്ലാം അവിടെ ആവശ്യത്തിന് മരുന്ന് കിട്ടിയില്ല. കാരണം അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, ഞങ്ങൾക്ക് ആവശ്യത്തിന് മരുന്ന് കിട്ടിയില്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, അതിൻ്റെ ഒരു അസ്വസ്ഥതയും ഇന്ന് എനിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. ഡോക്ടർമാർ പറയുന്നത് അന്ന് മരുന്ന് കഴിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്നിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും ഇന്ന് എനിക്ക് അതിൻ്റെതായ ഒരു അസ്വസ്ഥത പോലും ദൈവം എനിക്ക് ഒരുക്കിയിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നെ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഏതെങ്കിലും നിലയിൽ കഷ്ടതയുടെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നത്, ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പറയുകയാണ്, ഇതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളല്ല, ഇതെൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥിരം പരിപാടി ഞങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. രണ്ടുപേരും ഞങ്ങൾക്ക് നഷ്ടമായി, അനാഥരായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവകൾക്ക് ന്യായപാലകനുമാകുന്നു. പ്രിയ മക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനിടയായി. ആദാമും ഹവ്വയും പാപം ചെയ്തു. ആദാമും ഹവ്വയും പാപം ചെയ്ത് അവരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ കർത്താവ് അപ്പോൾ തന്നെ അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. സ്ത്രീയുടെ സന്തതി അവൻ്റെ തലയെ തകർക്കും, ശത്രുവിൻ്റെ തലയെ തകർക്കും എന്ന് വാഗ്ദത്തം കൊടുക്കുകയാണ്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടലുണ്ടാകുമ്പോൾ ദൈവം അപ്പോൾ മൗനമായിരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും, കർത്താവേ നീ എന്താ മൗനമായിരിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്തത്? എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ, നഷ്ടപ്പെടലുകൾ കടന്നു വരുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കുള്ള ഹല്ലേലൂയ കരുതലുകൾ ദൈവം അവിടെ ആരംഭിക്കാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ആദാമും ഹവ്വയും പാപം ചെയ്തു. അവരുടെ ഹല്ലേലൂയ സ്തോത്രം, അവർക്കുള്ള എല്ലാ സകലവും നഷ്ടപ്പെട്ടു, ശരി തന്നെ. എന്നാൽ അവർക്കുള്ള മനുഷ്യരാശിക്ക് മുഴുവനുമായിട്ടുള്ള ഹല്ലേലൂയ ഒരു വാഗ്ദത്തം ദൈവം അവിടെ ഉടനടി, ഹല്ലേലൂയ പിന്നീടൊന്നും ചിന്തിക്കുന്നില്ല, പിന്നീട് ആവാമെന്നല്ല ചിന്തിക്കുന്നത്, ഉടനടി ഹല്ലേലൂയ സ്ത്രീയുടെ സന്തതി തൻ്റെ തലയെ തകർക്കുമെന്ന് അവിടെ വാഗ്ദത്തം കൊടുക്കുകയാണ്. പ്രിയ മക്കളെ, ഞാൻ അന്ന് എൻ്റെ അപ്പനും അമ്മയും മരിച്ചപ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്, അന്ന് തന്നെ കർത്താവ് എനിക്ക് വേണ്ടി ചിലരെ ഹല്ലേലൂയ നിയോഗിക്കാനിടയായി. എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതായിരുന്നു അതും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം നമ്മളെ കർത്താവ് കണ്ടതാണെങ്കിൽ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ ഒരു മുടിനാര് വീഴുന്നത് പോലും, ഞങ്ങളുടെ മുടിനാര് എത്രയുണ്ട് നമുക്കറിയില്ല, എത്ര മുടിയുണ്ട് നമുക്കറിയില്ല, എന്നാൽ നമ്മൾ ഓരോ മുടിയും കർത്താവിൻ്റെ കയ്യിൽ എണ്ണമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ സംഭവിക്കുന്നോ, അല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് കർത്താവിന് നല്ലപോലെ അറിയാം. വേറെ ഒരാൾക്കും പറയാൻ കഴിയുകയില്ല. ശോഭനമായ ഒരു ഭാവി കാണണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. എപ്പോൾ ഒരാൾ അനാഥരാകും, ഒരിക്കലും ഞങ്ങൾ അനാഥരാകുമെന്ന് കരുതിയല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ നമ്മുടെ ഒന്നും ആയിരിക്കുകയില്ല. അങ്ങനെ ഏകദേശം 3.5 വയസ്സിൽ ഞാൻ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേ അവസ്ഥ തന്നെ, പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെ അവസ്ഥ. അവരുടെ മദ്യപാനം. അപ്പൻ വീട്ടിൽ വലിയ പ്രശ്നമില്ല, എന്നാൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ വീട്ടിൽ വന്ന് അവിടെ അടിയും പിടിയും, ഒരു സമാധാനത്തിൻ്റെ അവസ്ഥയില്ല. അങ്ങനെ എൻ്റെ ആറാമത്തെ വയസ്സായപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ, ന്യൂ ഇന്ത്യ എവാഞ്ചലിക് അസോസിയേഷൻ്റെ ഭാഗമായി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താനിടയായി. അവിടെ വെച്ച് അതിൻ്റെ ഭാരവാഹികൾ എന്നോട് പരിചയപ്പെട്ട് എന്നോട് ചോദിച്ചു, നീ ഞങ്ങളുടെ കൂടെ പോയിരുന്നോ? ഞങ്ങളുടെ കൂടെ ഒരു ഓഫനേജ് തുടങ്ങുന്നുണ്ട് അടുത്ത് തന്നെ. എനിക്ക് അന്ന് കാര്യങ്ങൾ അറിയില്ല. ഞാൻ അവരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എനിക്ക് വയറ് നിറയെ ഭക്ഷണം തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് പോരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിനക്ക് വയറ് നിറയല്ല, എത്ര വേണമെങ്കിൽ ഞങ്ങൾ ആഹാരം തരാം, നീ ഞങ്ങളുടെ കൂടെ പോരാൻ പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ ദൈവം എനിക്ക് വേണ്ടിയുള്ള വഴികൾ തുറക്കുവാനിടയായി. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ അതിൻ്റെ മേൽനേതൃത്വം കൊടുത്തിരുന്നത് ഇപ്പോഴത്തെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ പാസ്റ്റർ എൻ.സി. ജോസഫ് സാറും കുടുംബമായിരുന്നു. അവരെന്നെ സ്വന്തം മകനെ പോലെ കരുതി എനിക്ക് ആവശ്യമുള്ള സകലവും തന്നു. കൂടാതെ അവർക്ക് ഏകദേശം 20ഓളം പിള്ളേർ പഠിക്കുന്ന ഓഫനേജ് ആയിരുന്നു. അതിൽ അനേക കൂട്ടുകാരെ, ഹല്ലേലൂയ സ്തോത്രം, അനേക സ്റ്റാഫുകളെ ദൈവം തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാതാവും പിതാവും നഷ്ടപ്പോൾ അനേക മാതാപിതാക്കന്മാരെ ദൈവം എനിക്ക് തരുവാനിടയായി. അവിടെ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹല്ലേലൂയ രക്ഷിതാവിനെ കണ്ടെത്തുവാനിടയായി, അതായത് യേശുവിനെ കണ്ടെത്തുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ആരൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് പിതാവായിട്ടുണ്ടെങ്കിൽ ആ പിതാവിനെ ഞാൻ ആ ഓഫനേജിൽ വെച്ച് കണ്ടെത്തുവാനിടയാക്കി. അതാണ് എൻ്റെ ജീവിതം. ഇന്ന് എൻ്റെ ജീവിതം മാറി മറിയുവാൻ കാരണം എന്ന് പറയുന്നത്, അനേക പ്രയാസങ്ങളെ കടന്നു വന്നിട്ടും ഇന്ന് ഞാൻ ഹല്ലേലൂയ സന്തോഷവനായിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ ഞാൻ ഹല്ലേലൂയ എന്നെ കണ്ടുവിട്ടുവാൻ എന്നെ തേടി വന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നോട്ടെ, നമ്മുടെ ജീവിതം കർത്താവ് നമ്മെ തേടി വന്ന് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ തീർച്ചയായും ഹല്ലേലൂയ പഴയ അവസ്ഥകളെ മാറി മറിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ 14-18 ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമ്മോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് അപ്പനും അമ്മയും നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ഞാനൊരു അനാഥൻ എന്ന ഫീലിംഗ് എനിക്ക് വരുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് എല്ലാവരും ഉണ്ടായിട്ടും ചിലപ്പോൾ നമുക്കും ഒരു അനാഥർ എന്ന ഫീലിംഗ് നമുക്കും ഉണ്ടാകാം. ഹല്ലേലൂയ സ്തോത്രം.
കോവിഡ് സമയത്ത് അനേകർ എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അനേക പ്രായമുള്ള ആളുകളൊക്കെ എന്നെ വിളിച്ച് പറയുമായിരുന്നു, പ്രിയ മകനെ, നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടായിട്ടും ഞങ്ങൾ അനാഥരായിട്ടാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രിയതമക്കളെ, ഏകാന്തത എന്ന അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തികളും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലും ഏകാന്തര അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിലും ഹല്ലേലൂയ സ്തോത്രം ഏകാന്തര നടുവിലൂടെ നിങ്ങൾ കടന്നു പോയവരായിരിക്കാം. ഹല്ലേലൂയ, എങ്കിലും നമുക്ക് ധൈര്യപ്പെടാനുള്ള കാര്യം, യേശുവും ഒരു ദിവസം ഏകാന്തരയോടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നിലവിളിക്കുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ പിതാവ് പോലും കൈവിട്ട അവസ്ഥ ക്രൂശിൽ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പിഴഞ്ഞു പറയുകയാണ്, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു. ഹല്ലേലൂയ സ്തോത്രം. അത്രത്തോളം ഒന്നും നമ്മളുടെ ഏകാന്തത ആർക്കും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയതമക്കളെ, നമ്മൾ ഏകാന്തര നടുവിലൂടെ കടന്നു പോകുന്ന ചുറ്റും ആളുകൾ ഉണ്ടായിട്ടും, ചുറ്റും വീടുകളും ഭർത്താവും കുടുംബങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എൻ്റെ അവസ്ഥകൾ കേൾക്കുവാൻ ആരുമില്ലല്ലോ, എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ആരുമില്ലല്ലോ, എനിക്കൊരു നല്ല വാക്ക് പറയാൻ ആരുമില്ലല്ലോ, എൻ്റെ അവസ്ഥകൾ കേൾക്കുവാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഹല്ലേലൂയ സ്തോത്രം, ക്രൂശിലേഖനായി കിടന്നും പിറന്നും മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു, ഹല്ലേലൂയ, നമ്മളെക്കാൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ സകല പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഹല്ലേലൂയ. ഇതിനേക്കാൾ വേറൊരു ഹല്ലേലൂയ സ്തോത്രം, നല്ലൊരു വാക്യം, ഹല്ലേലൂയ സ്തോത്രം, ഇതിനേക്കാൾ വേറൊരു ഹല്ലേലൂയ സഖി നമുക്കില്ല പ്രിയ ദൈവമക്കളെ. നല്ലൊരു ഉത്തമ സഖിയായി നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ആരെങ്കിലും എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെക്കാൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ നല്ലപോലെ അറിയുന്നവർ, ഹല്ലേലൂയ, കൂടെ നടന്നവർ, ഹല്ലേലൂയ, കർത്താവിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, നീ ഹല്ലേലൂയ സ്തോത്രം, നീ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ പോലും അവസാനം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ കിടന്നുറങ്ങിയാണ്. അതൊക്കെ കണ്ടിട്ടാണ് കർത്താവ് ക്രൂശിലേക്ക് കടന്നുപോയത്. കർത്താവ് ക്രൂശിന് ചുറ്റും നോക്കുമ്പോൾ ഒരാളും പോലും ഇല്ല തന്നെ ഹല്ലേലൂയ സ്തോത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, തന്നെ ഒന്ന് സഹായിക്കുവാൻ, തനിക്കൊരു ആശ്വാസമൊക്കെ പറയുവാൻ ഒരാൾ പോലും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. താൻ പ്രതീക്ഷ വെച്ച തൻ്റെ പിതാവും തന്നെ കൈവിട്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും കർത്താവിനൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പ്രിയദൈവമക്കളെ, നമുക്കും ഹല്ലേലൂയ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും, ആരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ സ്തോത്രം, എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയൊരു ദൈവം എന്നെ കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, തീർച്ചയായും ദൈവം നമ്മെ കരുതുവാനിടയാകും. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അങ്ങനെ ഓർഫനേജിൽ വെച്ച് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനും ഈ ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. അപ്പൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് കടന്നു ചെല്ലുവാൻ ഏക അത്താണിയായിരുന്നത് എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനായിരുന്നു. ആ ജ്യേഷ്ഠനും ഈ ലോകത്ത് നിന്ന് ക്യാൻസർ ബാധിച്ച് മരണപ്പെടുവാനിടയായി. പൂർണ്ണമായും അനാഥത്വം പേറിയ ഒരവസ്ഥ. എൻ്റെ കൂട്ടുകാരെ, ആ ഓർഫനേജിലുണ്ടായിരുന്ന എല്ലാ പിള്ളേർക്കും ആരെങ്കിലൊക്കെ ഉണ്ട്, വീട്ടിൽ കടന്നു ചെല്ലാൻ ആരെങ്കിലൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ അച്ഛനുണ്ടാകും, ഇല്ല അമ്മയുണ്ടാകും, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാകും. എൻ്റെ അവസ്ഥ അതല്ല. എനിക്ക് തിരിഞ്ഞ് കടന്നു ചെല്ലുവാൻ ഒരു ഭവനമില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എനിക്ക് 10ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാനുള്ളൊരു പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ഓർഫനേജിൽ 10ാം ക്ലാസ് വരെ മാത്രമേ കുഞ്ഞുങ്ങളെ അവിടെ നിർത്തുകയുള്ളൂ. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ നിരാശപ്പെടുവാനിടയായി. കർത്താവ്, ഇനി ഞാൻ എവിടെ പോകും? ഹല്ലേലൂയ സ്തോത്രം. ഇനി ഞാൻ എങ്ങോട്ട് പോകും? കാരണം എനിക്കൊരു കടന്നു ചെല്ലുവാൻ ഭവനമില്ല, എൻ്റെ ബന്ധുക്കൾ ആരും എന്നെ സഹകരിക്കില്ല. ഇനി ഞാൻ എവിടെ കടന്നു ചെല്ലും? ഞാൻ എൻ.സി. ജോസഫ് സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി എവിടെ പോകും? എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ +1 കൂടെ ഇവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ +1 +2 അവിടെ നിന്ന് പഠിച്ചു. +2 കഴിയാറായപ്പോൾ അങ്കിൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു, എനിക്ക് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ +2 പാസ്സായി. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ നിൽക്ക്, നീ എൻ്റെ ഒരു മകനായി ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അങ്കിളിൻ്റെ കൂടെ അവിടെ നിന്ന് അങ്കിൾ എന്നെ എഞ്ചിനീയറിങ്, ഞാൻ എൻ്റെ മനസ്സിലാഗ്രഹിച്ചതുപോലെ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം എന്നെ എഞ്ചിനീയറിങ് പഠിച്ച് ഞാനത് പാസ്സാവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. പ്രിയദൈവങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും എനിക്ക് അതൊന്നും ഒരു എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ചിന്തിക്കാനാവുന്ന കാര്യമല്ല. എന്നാൽ ദൈവം ഞാൻ നേരത്തെ പറഞ്ഞ ദൈവം നമ്മെ കണ്ടതാണെങ്കിൽ ഹല്ലേലൂയ, നമുക്കുള്ള സകലവും അവൻ കരുതിയിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവനെല്ലാം സകലവും ഇരട്ടിയായി ലഭിക്കാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല.
അവിടെ വെച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലവിധമായ ജോലികൾ ചെയ്തു. ഇലക്ട്രീഷ്യനായിട്ടും പലവിധമായ ജോലികൾ കോഴിക്കോടായിരുന്നു. ഞാൻ കോഴിക്കോട് പല സ്ഥലങ്ങൾ ചോദിച്ചു. പക്ഷെ അവിടെയൊന്നും എനിക്കൊരു സ്വസ്ഥതയില്ല, മനസ്സിനൊരു സ്വസ്ഥതയില്ല. എന്തൊക്കെ ചെയ്തിട്ടും എനിക്കൊരു സ്വസ്ഥതയില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുകയാണ്. ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും എനിക്കില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചത് ഹല്ലേലൂയ ഈ ലോകത്തിലെ ജോലികൾ ചെയ്ത് ജീവിക്കാനല്ല. നീ വിട്ടേച്ചു പോകുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ നേടേണ്ടതിന് വേണ്ടിയാണെന്ന് എന്നെ കർത്താവ് സംസാരിക്കാനിടയായി. ഞാൻ അന്ന് തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവിടെ വെച്ച് സമർപ്പിച്ചു. തുടർന്ന് ഇന്ത്യ ബൈബിൾ സെമിനാരി പായിപ്പാട് 3 വർഷക്കാലം വന്ന് പഠിക്കുവാനും ശേഷം ഞാൻ പലവിധമായ പ്രവർത്തനങ്ങളിൽ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പക്ഷേ ദൈവം എന്നോട് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനൊരു, പക്ഷേ എനിക്ക് എങ്ങനെ അവരുടെ ഇടയിലേക്ക്, ഈ ചെട്ടിമാരുടെ ഇടയിലേക്ക് എങ്ങനെ കാരണം അവർ ഭയങ്കര റിബല്യൻ മൈൻഡാണ്. കൂടുതലും BJP അനുഭാവികളാണ് അവരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാസ്റ്റർമാരെല്ലാം അനേകർ കടന്നു ചെന്ന് പ്രവചിച്ചാണ്, പക്ഷെ ആരും അവർ അംഗീകരിക്കാൻ ഇടയായില്ല. അവരുടെ ഇടയിലേക്ക് ഞാൻ എങ്ങനെ കടന്നു ചെല്ലണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു ഗ്രാജുവേഷൻ സർവീസിൽ വെച്ച് ഇങ്ങനെ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയെ കുറിച്ചൊരു അറിയിപ്പ് ലഭിക്കുകയും ഞാൻ അവിടെ വെച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ സമൂഹത്തിലേക്ക് നീ എന്നെ അയക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാം. അല്ലെങ്കിൽ ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ആയിട്ട് ഞാൻ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഭാഷ അറിയില്ല, ഒരാളെയും പരിചയമില്ല. അച്ഛൻ്റെ ബന്ധുക്കാരെയും പരിചയമില്ല, അമ്മയുടെ ബന്ധുക്കാരെയും പരിചയമില്ല. കാരണം ഏകദേശം 20-ഓളം വർഷമായിട്ട് ഞാൻ അവരെല്ലാം വിട്ടു പോകുന്നതാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം തക്ക സമയമായപ്പോൾ ആ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, NLC എന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ആ സമൂഹത്തിന് കടന്നു ചെല്ലുവാനിടയായി. ഞാൻ കോഴിക്കോട് നല്ലൊരു സുരക്ഷിതമായ സ്ഥലത്തായിരുന്നു. കാരണം നല്ലൊരു ചർച്ച്, അങ്കിളും ആൻറ്റിയും നല്ല കരുതാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ആ സുരക്ഷിത സ്ഥാനം വിട്ടുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ വയനാട്ടിലേക്ക് കടന്നു വന്നു. വയനാട്ടിലേക്ക് ചെറിയൊരു വണ്ടിയിൽ, ഒരു ഓട്ടോറിക്ഷ പോലത്തെ ഒരു വണ്ടിയിൽ ഞാൻ വയനാട്ടിലേക്ക് കടന്നു വന്നു. ഒരു ചെറിയ പെട്ടിയുമായിട്ട് കടന്നു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കടന്നു വന്ന ഒരു പാസ്റ്റർ കൂടെയാണ് ഇവിടെ താമസിച്ചത്. ഇവിടെ ഞാൻ ഇങ്ങനെ ആയിരുന്നപ്പോൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, എനിക്ക് ആ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കൊരു എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണം. അവരുടെ ഞാൻ അപ്പോൾ അവിടെ കടന്നു ചെല്ലുമ്പോഴേ ഞാൻ വിചാരിച്ച്, ഒരിക്കലും ഞാൻ അമ്മയുടെ വീട്ടുകാരുമായിട്ട് ഞാൻ സഹകരിക്കില്ല. കാരണം എൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അമ്മയുടെ വീട്ടുകാരാണല്ലോ. അവരുമായിട്ട് ഞാൻ സഹകരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ച് തന്നെയാണ് ഞാൻ കടന്നു വന്നത്. അന്ന് ഞാൻ എന്തൊക്കെ വന്നാലും തീരുമാനിക്കില്ല. പിന്നെ കർത്താവ് നമ്മളെ ശത്രുക്കളെ സ്നേഹിക്കാനൊക്കെ പഠിപ്പിച്ചു. പക്ഷെ ഇവരെ സ്നേഹിക്കാൻ അത്ര വലിയ ഇതൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ തീരുമാനം എടുത്തിട്ടേക്കാണ് കടന്നു വന്നത്. എന്നാൽ ഒരു ദിവസം ഞാനിങ്ങനെ ഈ സമൂഹത്തിന് വേണ്ടി എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കടന്നില്ല, നിന്റെ അമ്മയുടെ ഭവനത്തിൽ നീ കടന്നു ചെല്ലണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മനസ്സിൽ ഇങ്ങനെ ചിന്ത തരികയാണ്, നീ അമ്മയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലണം, അമ്മയുടെ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലണം. ഞാൻ, കർത്താവെ, ഒരിക്കലും അത് മാത്രം എന്നോട് പറയരുത്. മോശ പറഞ്ഞതുപോലെ, കർത്താവ്, എന്നെ അയക്കേണ്ടത് നീ വേറെ ആരെങ്കിലും അയച്ചോ പറഞ്ഞ പോലെ, കർത്താവ്, അപ്പൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോവുക. പക്ഷെ കർത്താവിനോട് പറഞ്ഞ കാര്യമുണ്ട്, മനസ്സിൽ പക വെച്ചുകൊണ്ട് നിനക്ക് എൻ്റെ വേല ചെയ്യാൻ കഴിയുകയില്ല. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമുക്ക് ആരോട് പക വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. വേറെ ഏത് പാപവും നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. എന്നാൽ നമ്മൾ സഹോദരങ്ങൾ ആരോടെങ്കിലും പിണങ്ങി പകയും വെച്ചുകൊണ്ട് അവരോട് ഇരുന്നു കൊണ്ട് നമ്മൾ കർത്താവിന് സന്നിധി പോയിരുന്ന കർത്താവ് ക്ഷമിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് ഹല്ലേലൂയ തിരികെ പോയി ഹല്ലേലൂയ അവരോട് നിരന്നു കൊള്ളുക. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് കേൾക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആരോടെങ്കിലും പിണങ്ങിയിട്ടാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, പ്രിയ മക്കളെ, ഇന്ന് പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ആരോടെങ്കിലും നിരപ്പ് പ്രാപിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ഒരു നിമിഷം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ബാക്കി എല്ലാ പാപങ്ങളും കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ തീരും. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് നമ്മെ കഴിയും. അതുകൊണ്ടാണ് കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, ലേഖനങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ നിരന്നുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ നിരപ്പ് പ്രാപിക്കാതെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും ആസന്നമാകാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവ് ആസന്നമാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം കർത്താവ് വന്നു എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ആരോടെങ്കിലും പകയും പിണക്കം വെച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധി ഇരിക്കുന്നതെങ്കിൽ, പ്രിയരെ, നിത്യത നഷ്ടമാകുവാൻ കാരണമാകും. ഹല്ലേലൂയ. ഇന്ന് പാൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, ആരോടെങ്കിലും പകയോ പിണക്കോ വെച്ചുകൊണ്ടുണ്ടെങ്കിൽ അത് മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആ
ആ സമൂഹത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുവാൻ ഇടയാവാൻ കാരണം ആദ്യത്തെ എൻ്റെ ആ തീരുമാനം മാറ്റിയതാണ്. ഹല്ലേലൂയ. പകയും പിണക്കവും ഞാൻ പൂർണ്ണമായി മാറ്റി ഞാൻ അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ഹല്ലേലൂയ. ഭയങ്കര റിസ്ക് എടുത്താണ് കടന്നു ചെന്നത്. കുറേ ദൂരം, ഒരു വഴിയും അറിയില്ല, ഒന്നും അറിയില്ല. കൂട്ടുകാരനെയും കൂട്ടി ഇങ്ങനെ കടന്നു ചെന്നു, ബൈക്കും എടുത്ത് കടന്നു ചെന്നു. ഹല്ലേലൂയ. അവരെ കണ്ടെത്തി. ഹല്ലേലൂയ സ്തോത്രം. അവർക്കാണെങ്കിൽ ഭയങ്കര പേടി. ഇനി അമ്മയുടെ സ്വത്ത് മേടിക്കാൻ വേണ്ടി മറ്റേ വന്നതാണെന്നുള്ള ഒരു പേടി അവർക്കുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അതിനൊന്നും വന്നതല്ല, ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ സ്തോത്രം ആ പഴയ സ്നേഹബന്ധം തുടരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. പ്രിയമക്കളെ, ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഞാൻ ഇവിടെ കടന്നു 2 വർഷക്കാലമായി. ഒരു വിശ്വാസികളും പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന 3ഓളം വ്യക്തികൾ ഹല്ലേലൂയ സ്നാനപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 3ഓളം വ്യക്തികൾ കർത്താവിനെ കേൾക്കണോ? ഇച്ചിരി ഒന്ന് ഫേസ് കാണത്തക്ക പോലെ ഒന്ന് ക്യാമറ വെച്ചാട്ടെ. വെക്കാം. ഇപ്പൊ കാണാമോ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഹല്ലേലൂയ സ്തോത്രം അവരിലെ 3ഓളം പേർ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അന്ന് ഞാൻ കടന്നു വന്നപ്പോൾ അവരുടെ ഇടയിൽ കടന്നു ചെല്ലാൻ ഒരു വഴിയുമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു 10ഓളം പേർ ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ഇടയായി. 10ഓളം പേർ ഹല്ലേലൂയ ഒരു തടസ്സവും കൂടാതെ 5 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. 5 ദിവസവും അവർ കർത്താവിനെ വന്ന് ആരാധിക്കാനിടയായി. പ്രിയമക്കളെ, നമ്മൾ ഇറങ്ങി തിരിക്കുവാൻ തയ്യാറായി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി ഒരു പൈപ്പാവാൻ തയ്യാറായി മാത്രം മതി. നമ്മളോട് എന്തെങ്കിലും കർത്താവിന് ചെയ്യാനുണ്ടെങ്കിൽ അവൻ നമ്മളിലൂടെ ചെയ്തോണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ നിന്ന് കൊടുക്കാൻ തയ്യാറായാൽ. ഹല്ലേലൂയ സ്തോത്രം. ഈ സമൂഹത്തെ ഞാനിവിടെ കടന്നു വന്നപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ച ദൈവദാസനാണ്, പ്രിയമോനെ, ഞാൻ നിന്നെ നിരാശപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഞാൻ 20 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതെന്നെ തളർക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണെങ്കിലും കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണെങ്കിൽ ദൈവമേ, ഇതിൻ്റെ ഹല്ലേലൂയ ഫലം കാണാതെ മരിക്കുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ വെച്ച് കർത്താവ് ആ ഫലം കാണുവാൻ ഇപ്പോഴും അതിൻ്റെ ഫലങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും സഹായിക്കും. ഹല്ലേലൂയ. തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ സെമിനാരി പഠിക്കാൻ വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അവിടെ ചെന്ന് സെമിനാരി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ പോയി ഷുഗർ ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ 500-ന് മുകളിലാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനെ മാനസികമായി വല്ലാതെ തളർത്തി കളഞ്ഞു. കർത്താവേ, പലവിധമായ പ്രയാസങ്ങളെ കടന്നുപോയി. ഇപ്പോഴിതാ എനിക്ക് ഷുഗറും കൂടെ ആയിരിക്കുന്നു. ഒരു ഡയബറ്റിക് ലെവലിൻ്റെ ആവശ്യം. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അങ്ങനെ റെയറായിട്ട് വരുന്നൊരു കാര്യമാണ്. 21ാമത്തെ വയസ്സിലാണ് എനിക്ക് ആ ഷുഗർ വരുന്നത്. അപ്പം റെയറായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഇൻസുലിൻ എടുക്കണം പറഞ്ഞു. ഇപ്പോഴും ഞാൻ 2 നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയതമക്കളെ, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാം, ഭാരങ്ങൾ വരാം. എന്നാൽ നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് പതറാതെ മുന്നേറിയാൽ ദൈവം നമുക്കുള്ള വിജയങ്ങൾ കാണും. ഞാൻ മറ്റുള്ള രീതിയിലൊന്നും വളരെ രീതിയിൽ മുന്നേറിയില്ലെങ്കിലും കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും ഹല്ലേലൂയ കുറച്ച് പേരോടെങ്കിലും കർത്താവിൻ്റെ വചനത്തെ ആ സമൂഹത്തിൽ ഇന്ന് 50ഓളം കഥകൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി. അവരുടെ ഭാഷ പഠിച്ചു. ഒരു ഭാഷയും അറിയാതെ ഞാനിവിടെ കടന്നു വന്നത്. അവരുടെ ഭാഷയെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല, അവരുടെ കൾച്ചർ എന്താണെന്ന് അറിയില്ല. അവരുടെ കൾച്ചറിനെ കുറിച്ച് പഠിച്ചു. ഏകദേശം 2 വർഷത്തിനുള്ളിൽ 50ഓളം കഥകൾ ഹല്ലേലൂയ സ്തോത്രം അവരുടെ ഭാഷയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അടുത്ത മാസം ഫെബ്രുവരിയിൽ ദൈവം അനുവദിച്ചാൽ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, നമ്മൾ ദൈവത്തിന് വേണ്ടി ചിലവിടുവാൻ തയ്യാറാണോ? ഒന്നുമില്ലേ, ഞങ്ങളുടെ കയ്യിലൊന്നും കൊടുക്കാനില്ലേ? നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായാൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ ഞാൻ 20 വർഷമായി പ്രവർത്തിച്ചു, ഒന്നും എനിക്ക് ഇവരുടെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. കേവലം ഹല്ലേലൂയ സ്തോത്രം. ആരുമില്ല. ഹല്ലേലൂയ. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ആരും മുൻ സഹായിക്കാനില്ല. ഹല്ലേലൂയ. രോഗിയാണ്. പലവിധമായ പ്രയാസങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പലവിധമായ പ്രയാസങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ ആ സമൂഹത്തെ നേടുവാൻ വേണ്ടി കർത്താവ് എന്നെ തന്നെ ഉപയോഗിക്കാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ജീവിതത്തിൽ ചില നഷ്ടതകൾ കടന്നു വന്നാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ, അന്ന് എനിക്ക് പലവിധമായ നഷ്ടങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. രോഗത്തിൻ്റെ അവസ്ഥകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതെല്ലാം ഇന്ന് ലാഭമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൽ കർത്താവേ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നോ അതെല്ലാം ഒരു കാലത്ത് ലാഭമായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ഞാൻ ആ സ്വന്തം കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിലീവേഴ്സ് ഇല്ല, പാസ്റ്റേഴ്സ് ഇല്ല,
ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ആ NLC എന്ന ഓർഗനൈസ് സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം അവിടെ നിന്ന് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ എൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കല്യാണത്തിന് വേണ്ടി പലരോട് അപേക്ഷിച്ചു. ഇങ്ങനെ പല പെണ്ണ് കാണാനൊക്കെ ഞാൻ ഇങ്ങനെ പോയി. അവിടെ ചെല്ലുമ്പോഴെല്ലാവരും എന്നെ നിരാശപ്പെടുന്ന വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ അനാഥരാണെന്നുള്ള പേരിൽ അവരുടെ കുട്ടികളെ തരില്ല, അല്ലെങ്കിൽ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ തരില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്, അങ്ങയുടെ വേലയ്ക്ക് മുതൽക്കൂട്ടായിരിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ആദാമിന് വേണ്ടി അങ്ങാണ് ഒരു തുണയെ കൊടുത്തെങ്കിൽ കർത്താവേ, എനിക്കും അങ്ങ് തന്നെ ഒരു തുണയെ തരണം. ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ ഹല്ലേലൂയ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഇത് നിമിത്തം ഞാൻ ലജ്ജിച്ചു പോകാൻ ഇടയാകരുത്. മറ്റുള്ള മുമ്പിൽ ഒരു മാനക്കേടിന് കാരണമായി തീരരുതെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പലവിധമായ വാക്കുകൾ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പെണ്ണ് കാണാൻ പോയപ്പോൾ അവരുടെ പിതാവ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ട അനാഥന്മാർക്കൊന്നും ഞാൻ എൻ്റെ പിന്നെ കുട്ടീനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്നെ വളരെ തളർത്തുനിടയായി. കർത്താവെ, ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുന്നുവല്ലോ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രിയതമകളെ, കർത്താവ് തക്ക സമയത്ത് തക്കതായ ഒരു തുണി ദൈവം എനിക്ക് തരുവാനിടയായി. ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ ഇപ്പോഴായിരിക്കും തുണയുടെ ആലോചന എനിക്ക് വന്നതാണ്. അവരും ഡയബറ്റിക്കിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. എന്നാൽ കറക്റ്റ് 1 വർഷമായപ്പോൾ ദൈവം അവരോട് തന്നെ സംസാരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ദൈവം അവിടെയും അത്ഭുതം ചെയ്യാനിടയായി. പ്രിയതമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, കർത്താവെ, എനിക്കത് നഷ്ടമായി, ഇത് നഷ്ടമായി എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ നമ്മൾ അത് പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്തൊക്കെ നഷ്ടമെന്ന് പറഞ്ഞാലും നമുക്ക് നഷ്ടമായത് നമുക്ക് വേണ്ടിയുള്ള സകലവും കർത്താവിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, കർത്താവിൻ്റെ വചനത്തിൽ പഠിക്കുകയാണെങ്കിൽ മോശയുടെ ജീവിതം നോക്കിയേ. ഹല്ലേലൂയ, സ്തോത്രം. മോശയുടെ ജീവിതത്തിൽ മോശ മരിച്ചു പോകേണ്ട അവസ്ഥകൾ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അവനെ ഞാങ്ങണപ്പെട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഓളങ്ങൾ പോലും അവനെ മുക്കിക്കളയാതെ ഹല്ലേലൂയ സൂക്ഷിച്ചതിന് കാര്യം അവനെ കൊണ്ട് കർത്താവിന് ചെയ്യുവാൻ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഓളങ്ങളും തിരമാലകളും ഹല്ലേലൂയ ജീവിതത്തിൽ നേരെ ആഞ്ഞടിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെയൊന്നും താളടിയായി പോകാതെ മുന്നേറുവാൻ ഉണ്ടായ ഒറ്റ കാര്യം എന്ന് പറഞ്ഞത് കർത്താവിന് എന്നെ കൊണ്ട് ചിലത് ഹല്ലേലൂയ സമൂഹത്തിനിടയിൽ ചെയ്യാനുണ്ടായത് കൊണ്ട് മാത്രമാണ്. പ്രിയതമകളെ, നമ്മളെക്കുറിച്ച് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പദ്ധതികൾ ഉണ്ടാകാം. ഹല്ലേലൂയ ഓളങ്ങളും തിരമാലകളും ഒറ്റപ്പെടലുകൾ ജീവിതങ്ങളും കടന്നു വരുമ്പോൾ ആരെങ്കിലും ഹല്ലേലൂയ ഇതുപോലെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ആരെങ്കിലും ഹല്ലേലൂയ എന്നെ പോലെ ഷുഗറിൻ്റെ മറ്റ് പ്രയാസങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയതമക്കളെ, അതിലൊന്നും നിങ്ങൾ കണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസിനോട് കർത്താവ് പറഞ്ഞ പോലെ, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരിക്കലും ആ ഒരു രോഗം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. കർത്താവെ, അങ്ങടേതമാണെങ്കിൽ മാത്രം മാറിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ആ വചനമാണ് എൻ്റെ മനസ്സിൽ തരുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി. പ്രിയതമക്കളെ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട അവസ്ഥ, കർത്താവെ, അങ്ങയുടെ കൃപ എനിക്ക് മാത്രം മതി. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. പാട്ടുകാരൻ പറഞ്ഞ കൃപ മതി യേശുനാഥ, ബലഹീനതയിൽ കവിയും തവ കൃപ മതി യേശുനാഥ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ബലഹീനതയിൽ കവിഞ്ഞൊരുന്നൊരു കൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ ഇവിടെ വേലിലായിരുന്നു. പിന്നെ ഈ കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടി ഉണ്ടാകാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ കല്യാണം ആലോചിക്കത്തില്ല എന്നിങ്ങനെയൊക്കെ പലരും പറഞ്ഞു. എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പോയ ആൾക്കാരൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, കർത്താവാണ് എന്നെ വിളിച്ചെങ്കിൽ എനിക്ക് ദൈവം പൈതലിനെ തരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ആനിവേഴ്സറി, ഞങ്ങൾ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ദൈവം എൻ്റെ കയ്യിലൊരു കുഞ്ഞിനെ തന്നിരുന്നു. പ്രിയതമക്കളെ, ഹല്ലേലൂയ, നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് എനിക്ക് ദൈവം നല്ലൊരു ആൺകുഞ്ഞിനെ ഹല്ലേലൂയ എൻ്റെ കയ്യിൽ തന്നു. പ്രിയ പൈതലും കുഞ്ഞും പ്രിയ തുണയും കുഞ്ഞും ഹല്ലേലൂയ തിരുവനന്തപുരത്ത് അവർ നാട്ടിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അവധിയുടെ സമയമായതുകൊണ്ട് അവരങ്ങോട്ട് കടന്നു പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരും കൂടെ ജോയിൻ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, തളർത്തുവാൻ ഇഷ്ടം പോലെ ആളുകൾ നമുക്കുണ്ടാകാം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നോക്കിയട്ടെ, കർത്താവിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ അനേകരുണ്ട്, വേണ്ടാത്ത ദീനങ്ങൾ പറഞ്ഞ അനേകരുണ്ട്. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ക്രൂശിൽ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവിൻ്റെ ഹല്ലേലൂയ 3-ാം ദിവസം ഹല്ലേലൂയ, സ്തോത്രം, വിജയാർജിതനായി കർത്താവ് തിരികെ മടങ്ങി വരുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മെക്കുറിച്ച് ആരെല്ലാം എന്തൊക്കെ പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവിതത്തിന് തടസ്സങ്ങളായിട്ട് ആരൊക്കെ കടന്നു വന്നോട്ടെ, അവരൊക്കെ നീ അത് കണ്ട് ഭാരപ്പെടുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളത് കണ്ട് ഹല്ലേലൂയ നിരാശപ്പെട്ട് മുന്നോട്ട് കടന്നു പോകാനല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. കർത്താവ്, ഹല്ലേലൂയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കൃപയിൽ മാത്രം മുന്നേറിക്കൊണ്ട്, കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട്, ആ ക്രൂശിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ദൈവം മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഇത്രത്തോളമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്.
പോലെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ആവശ്യമുള്ളതെല്ലാം ദൈവം തക്ക സമയത്ത് ഹല്ലേലൂയ കരുതൽ തന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിച്ചെന്ന് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളൊക്കെ ഒരു കൊച്ചുമകൻ അല്ലെങ്കിൽ മകൻ്റെ സ്ഥാനമേ പ്രായമേ എനിക്കുള്ളൂ എന്നെനിക്കറിയാം, എങ്കിലും ഹല്ലേലൂയ ധൈര്യത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആവശ്യങ്ങൾ ഓറി വരുമ്പോൾ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ കർത്താവെ ഞാൻ ഇനി മുൻപോട്ട് എങ്ങനെ കടന്നു പോകുമെന്ന് ആഗ്രഹിക്കുന്ന ചില സമയങ്ങൾ കടന്നു വരാറുണ്ട്. ഓടിച്ചെന്ന് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ റൂമിൽ ചെന്ന് കഥ കടച്ച് ഹല്ലേലൂയ മുട്ടിപ്പോയി എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. കർത്താവെ, എനിക്ക് ഈ ഭൂമിയിൽ ഒരാളുമില്ല, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളുമില്ല, എന്നെ സഹായിക്കുന്ന ഒരാളുമില്ല. കർത്താവെ, അങ്ങ് തന്നെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. പ്രിയമകളെ, കർത്താവിൻ്റെ വഴികൾ അത്ഭുതങ്ങൾ കാണാനിടയാകും. ഒരു അത്ഭുതം മാത്രം പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവം നടത്തിയ ഹല്ലേലൂയ എവിടെ വേലയിലായിരിക്കുമ്പോൾ ഞാനിവിടെ കടന്നു വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പെട്ടിയും കുറച്ച് സാധനങ്ങളും മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വയനാട്ടിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ കല്യാണമായപ്പോൾ ഞാൻ പാസ്റ്റർ കൂടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഒരു വീട് എടുക്കേണ്ടതായി, പെട്ടെന്നാണ് കല്യാണമൊക്കെ ആയത്. 3 മാസത്തിനുള്ളിൽ കല്യാണമാണ്. എൻ്റെ കല്യാണമെങ്കിൽ അതിന് മാത്രം പൈസ ഇല്ല. ഞാൻ ഒരു വീട് വാടകയ്ക്ക്, ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തു. ഇനി അതിൽ കട്ടിൽ വേണം, സാധനങ്ങൾ വേണം, എല്ലാം വേണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞു, വഴികളൊന്നും തുറക്കുന്നില്ല. ഞാൻ വിചാരിച്ചു, കർത്താവ്, എന്നാൽ ഞാൻ ഇന്ന് ലോൺ എടുക്കാം, ചെറിയൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം, അല്ലാതെ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ പേഴ്സണൽ ലോണിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ഞാനായിരിക്കുന്ന ഓർഗനൈസേഷനിലെ സാറിനെ വിളിച്ചു, നീ എവിടെ പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സാറേ ഇങ്ങനെ പോവാണ്, സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞു. നീ ഇപ്പോൾ അതിന് വേണ്ടി പോകണ്ട, നീ ഒരു കാര്യം ചെയ്യും, നീ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് നിനക്ക് ആവശ്യമുള്ള കട്ടിലിൻ്റെ വിലയുടെ എല്ലാം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഓടിച്ചെന്ന്, സന്തോഷത്തോടെ പോയി ഓടിച്ചെന്ന് ഞാൻ എൻ്റെ ബഡ്ജറ്റ് മൊത്തം അയച്ച് ഇത്രയും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ സാധനം അയച്ചു കൊടുത്തു. പ്രിയതമക്കളെ, 3 ദിവസത്തിനകം എൻ്റെ ഭവനത്തിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ദൈവം തരുവാനിടയായി. പ്രിയതമക്കളെ, നമ്മൾ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ, എൻ്റെ കല്യാണം അതുപോലെ എല്ലാം ദൈവം ഭംഗിയായി, പ്രിയ ജോസാറാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്, എല്ലാം ഭംഗിയായി, ഒന്നിനും ഒരു കുറവില്ലാതെ. ഹല്ലേലൂയ, ഒരു അനാഥൻ്റെ കല്യാണം നടന്ന പോലെ അല്ല എൻ്റെ കല്യാണം നടന്നത്. ദൈവം ഒന്നിനും കുറവില്ലാതെ ഹല്ലേലൂയ സകലവും തീർത്തു തരുവാൻ ദൈവം ഇടയാക്കി. പ്രിയതമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തുവാൻ ദൈവം ശക്തനാണ്. ഒറ്റൊന്നു മാത്രം വിശ്വസ്തനായിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ കർത്താവിന് മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിൽ വിചാരകനാക്കാൻ ഇടയാകും. ഹല്ലേലൂയ സ്തോത്രം. ഒറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഹല്ലേലൂയ, വിശ്വസ്തനായിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. സമയം മുൻപോട്ട് പോയി. ഞാൻ വചനത്തിൽ നിന്നും 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹല്ലേലൂയ, ക്രൂശ് എടുത്ത് ദൈവത്തെ അനുഗമിക്കുക. കർത്താവ് നമ്മളോട് പറഞ്ഞൊരു ദൈവവചനമാണ്, ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. ലൂക്കോസ് 9-ാം അധ്യായം 23-27 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 9-ാം അധ്യായം 23-27 വാക്യം. പിന്നെ അവൻ അവരോട് എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ നിശ്ചയിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഏറെ പരിചിതമായ ഒരു വാക്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ഹല്ലേലൂയ തൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൂശ് എന്താണ് നമ്മെ കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശ് എന്ന് പറയുന്ന ഒരു ഈസി അല്ല. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരുടെ ജീവിതത്തിലും ഒരു ക്രൂശ് ഉണ്ടാവും. ഹല്ലേലൂയ സ്തോത്രം. നമ്മളായിരിക്കുന്ന അവസ്ഥ ആയിരിക്കുന്നു അതും എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനു മുമ്പ് അവിടെയുള്ള വാക്യങ്ങളെ കാണിക്കാൻ സാധിക്കും. കർത്താവെ, ഞാൻ ഇന്ന ചെയ്തത്, ഞാൻ അപ്പനെ നടക്കാൻ പോകണം, അവരടക്കിയിട്ട് വരട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ് തൻ്റെ ക്രൂശ്. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ പിൻഗമിക്കാനാണ് കർത്താവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കഷ്ടതയായിരിക്കാം നിങ്ങളുടെ ക്രൂശായിരിക്കുന്നത്. ചിലപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയായിരിക്കാം നമ്മുടെ ക്രൂശ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ഒറ്റപ്പെടലിൻ്റെ നടുവിലും കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായാൽ തീർച്ചയായും ഹല്ലേലൂയ സ്തോത്രം കർത്താവ് നമ്മെ മാനിക്കാനിടയാകും. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള വഴിയല്ല. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വഴി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമുക്ക് ആർക്കും മുന്നോട്ട് ഹല്ലേലൂയ കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം, കർത്താവ് ക്രൂശും ചുവന്ന് കടന്നു പോകുമ്പോൾ അവന് ചുറ്റും ആരുമില്ല, ഒരു ഏകാന്തയുടെ നടുവിലൂടെ. ഹല്ലേലൂയ. അവനെ സഹായിക്കാൻ ആരുമില്ല. പ്രിയതമക്കളെ, നമ്മൾ ക്രൂശെടുത്ത് അനുഗമിക്കുമ്പോൾ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മൾ അനുഗമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനും നമുക്കൊന്ന് ഹല്ലേലൂയ നമ്മുടെ ക്രൂശൊന്ന് ഹല്ലേലൂയ മാറ്റി നമ്മുടെ കഷ്ടതയൊന്ന് ഷെയർ ചെയ്യാൻ പോലും ഒരാളും ഉണ്ടാവില്ല. കർത്താവ് ക്രൂശ് ഒന്ന് കടന്നു പോകുമ്പോൾ ആ ക്രൂശൊന്ന് ഷെയർ ചെയ്യാൻ പോലും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പ്രിയതമക്കളെ,
നമ്മൾ നമ്മുടേതായ ക്രൂശ് എടുക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരും ഉണ്ടാകുകയില്ല. എങ്കിലും നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നാൾ ഉയർപ്പ് നമുക്കുമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്രൂശോടുകൂടെ തൻ്റെ ജീവിതം അവസാനിക്കുകയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയതമക്കളെ, നമ്മുടെ ലക്ഷ്യവും അതായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോയിരിക്കാം, എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമുക്കും ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവ് താൻ നമുക്കൊരു വാഗ്ദത്തം തന്നിട്ട് പോയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തീർക്കുവാൻ വേണ്ടി വേഗം മടങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം യോഗത്തിൽ ഇങ്ങനെ പറയാനിടയാക്കി, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിന് കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ക്രൂശ് എടുത്ത് നമ്മൾ അനുഗമിക്കാത്തടത്തോളം കാലം കർത്താവ് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കർത്താവ് പറഞ്ഞു, കുറേ ലക്ഷണങ്ങൾ പറഞ്ഞു. അവിടെ ഭൂകമ്പം ഉണ്ടാകും, അതുണ്ടാകും, അതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. എൻ്റെ അവസാനം കർത്താവ് അവിടെ പറയുകയാണ്, എൻ്റെ സുവിശേഷം ഈ ലോകമെങ്ങും പരക്കും, അപ്പോൾ അവസാനം വരും. പ്രിയതമകളെ, കർത്താവ് വരുവാൻ താമസിക്കുന്നതിൻ്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും മാത്രമാണ്. കർത്താവിൻ്റെ വരവ് ദ്രുതഗതിയാക്കണമെങ്കിൽ കർത്താവിന് ഇപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ പറഞ്ഞുകൊള്ളട്ടെ, വയനാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഏകദേശം 23ഓളം കമ്മ്യൂണിറ്റികൾ, ഇതുപോലത്തെ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. അവിടെ 23ഓളം സമൂഹങ്ങൾ, ഏകദേശം 6ഓളം സമൂഹങ്ങൾ മാത്രമേ സുവിശേഷം കടന്നു ചെന്നിട്ടുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിലൊരു സമൂഹമാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ബാക്കിയുള്ള സമൂഹങ്ങളുണ്ട്. ആ സമൂഹത്തിലും കർത്താവിൻ്റെ വരവ് ാണ് ആ സമൂഹം കേൾക്കണം. അതുപോലെ ഇന്ത്യയിൽ അനേക സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളുണ്ട്. സുവിശേഷം ഇതുവരെയും കടന്നു ചെല്ലാത്ത അനേക സമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ ഒരു 5 മിനിറ്റ് ഹല്ലേലൂയ സ്തോത്രം ഈ സമൂഹങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് ഞങ്ങളുടെ വരവ് ദ്രുതഗതിയിലാവണമെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ദ്രുതഗതിയിലാവണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കണം. ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സമൂഹത്തിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം, അവരുടെ ഭാഷയിൽ ചില വാക്യങ്ങൾ, ചില സന്ദേശങ്ങളൊക്കെ തയ്യാറാക്കി അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലിട്ടും അത് കണ്ടുകൊണ്ട് അനേകർ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയതമക്കളെ, നമ്മൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വലിയവയായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഹല്ലേലൂയ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് അനുദിനം മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ കർത്താവിന് ആരെങ്കിലും തൻ്റെ ക്രൂശ്, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന ആളല്ല, അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ മിഷണറിമാർക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമല്ല, ആരെങ്കിലും ഹല്ലേലൂയ സ്തോത്രം എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, നമ്മളായിരിക്കുന്ന അവസ്ഥ എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എന്തെല്ലാം വന്നാലും, ഒറ്റപ്പെടലായിരിക്കും, പ്രയാസങ്ങളായിരിക്കാം, അതെല്ലാം എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ തന്നെ ത്യജിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി വലിച്ചെറിയാൻ തയ്യാറായാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വലിച്ചെറിയാൻ തയ്യാറായാൽ, ഞാൻ ചെയ്തൊരു കാര്യം അതാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പാടാനോ പ്രസംഗിക്കാനോ ഒന്നും തന്നെ കഴിവുകളില്ല കർത്താവെ, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ്, പറയാൻ തക്ക ഒന്നുമില്ല കർത്താവെ, രോഗിയാണ് കർത്താവെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ തന്നെ ത്യജിക്കാൻ, ഞാൻ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ സ്തോത്രം, വിക്കനായ മോശയെ കർത്താവിൻ്റെ രാജ്യത്തിന് ഉപയോഗിച്ചതുപോലെ, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരനായ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ശിഷ്യന്മാരെ ഓർക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അറിയാം, ഒരാൾ പോലും ഇല്ല ഹല്ലേലൂയ, സമൂഹത്തിൽ അന്തസ്സുള്ള ഒരാൾ പോലും തന്നെ അനുഗമിക്കാനില്ല, എന്നാൽ അവരെയാണ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനിടയായത്. ഹല്ലേലൂയ. നമ്മുടെ സ്റ്റാറ്റസോ മഹിമയോ അല്ല കർത്താവ് നോക്കുന്നത്, നമ്മൾ എത്രത്തോളം തയ്യാറാണ് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, നമ്മൾ എത്രത്തോളം തയ്യാറാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നല്ല, നമ്മൾ എത്രത്തോളം കൊടുക്കുവാൻ തയ്യാറാണെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആരോടും നിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് കർത്താവ് ആരോടും ചോദിക്കാറില്ല, എന്നാൽ എത്രത്തോളം നമ്മൾ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നമ്മളെ സമർപ്പിക്കാൻ തയ്യാറാണ്. നമ്മളെ സമർപ്പണമാണ് കർത്താവിന് ആവശ്യം. അതുകൊണ്ട് നമ്മളെ തന്നെ ത്യജിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളെ തന്നെ ത്യജിക്കുക, തുടർന്ന് ക്രൂശെടുത്ത് അനുഗമിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിൻ്റെ ദർശനം എന്ന് പറയുന്നത് ലോകത്തിന് വിപരീതമാണ്. എന്താണ് ക്രൂശിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉയരണമെങ്കിൽ താഴണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമാവണമെങ്കിൽ അവസാനമാവാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെയാണ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പഠിപ്പിക്കൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമാവണമെങ്കിൽ അവസാനമായിരിക്കണം. 2, ശക്തരാവണമെങ്കിൽ ബലഹീനരാവണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ബലഹീനത കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ കർത്താവ് തീർച്ചയായും നമ്മെ ഹല്ലേലൂയ ശക്തരാക്കുവാനിടയാകും.
തീർച്ചയായും പ്രിയ മക്കളെ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ അനുഭവത്തിൽ നിന്നും കർത്താവിൻ്റെ വചനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറാകുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നോട്ടെ, പ്രയാസങ്ങൾ കടന്നു വന്നോട്ടെ, നമ്മളെ സ്നേഹിക്കാനോ കരുതുവാനോ ആരുമില്ല എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ അലട്ടിക്കോട്ടെ, എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ പിൻപറ്റുവാൻ തയ്യാറായാൽ തീർച്ചയായും കർത്താവ് നമ്മെ എടുത്തു മാനിക്കാനിടയാകും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം എനിക്ക് തക്കതായ തുണയെ തന്നു, കർത്താവ് എനിക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഓരോന്നും മടക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ നമുക്ക് പലതും നഷ്ടമായി എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാം, നമുക്ക് സകലവും നഷ്ടമായി എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാം. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങുവാൻ തയ്യാറായാൽ, നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് വേണ്ടി കരുതുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ പോറ്റി പുലർത്തുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ പോറ്റി പുലർത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ന്യായമായി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചവനാണെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തൻ, അന്ത്യത്തോളം അവൻ കാത്തുകൊള്ളും. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ കൃപ നിനക്ക് മതി. പ്രിയ മക്കളെ, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. ഇത്രത്തോളം അവസരം തന്ന പ്രിയ ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വരവ് താമസിച്ചാൽ ഇനിയും തുടർന്നും കാണാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്